നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. നിങ്ങൾ വന്നിരിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾ മറുപടി പറയണം. വാചകങ്ങളല്ലാതെ മറുപടി പറയുന്നത് ഇടി ചവച്ചു തുപ്പുന്ന എടുത്ത് ചുമക്കേണ്ട ഉത്തരവാദിത്വമൊന്നും ഞങ്ങൾക്കില്ല. ഇവനെ എന്തുകൊണ്ട് നേരത്തെ മനസ്സിലാക്കില്ല? കഴിഞ്ഞ 10 വർഷക്കാലം കരുവന്നൂരിലായാലും ലൈഫ് മിഷനിലായാലും സ്വർണ്ണക്കടത്തിലായാലും ലാവ്ലിൻ കേസിലടക്കം മാസപ്പടി കേസിലടക്കം മെല്ലെ പോയിക്കൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംരക്ഷിച്ചു നിർത്തത് പിണറായി വിജയനെ മകളെയും മകനെയുമാണ്. മകന് കിട്ടിയ ഇഡി നോട്ടീസ്, മകൾക്ക് കിട്ടിയ മാസപ്പടി അന്വേഷണം, ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചു എന്ന് പറയണേ. എന്റെ ചർച്ച കാണുന്ന കേരളത്തിലെ CPM-കാർ അത് വിലയിരുത്തട്ടെ. ഞാൻ ചോദിച്ച ചോദ്യങ്ങളാണ് ആക്ഷേപമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് വീണ്ടും പറയുന്നു, കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഇഡി അന്വേഷണത്തിൽ പേടിച്ചുകൊണ്ടോ പേടിയുള്ളത് കൊണ്ടോ മടിയിൽ കനമുള്ളത് കൊണ്ടോ ഭാഗ്യാന്വേഷികളായിട്ടോ പാർട്ടി വിട്ടുപോയവരല്ല എന്റെ നേതാക്കന്മാർ. പിന്നെ എന്റെ നേതാക്കന്മാര് 56 മണിക്കൂർ ഇഡിക്ക് മുമ്പിൽ ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് അതേ ഉത്തരങ്ങൾ കേരളത്തിലെ രാജ്യത്തെ മനുഷ്യരോട് വിളിച്ചു പറയാൻ ആർജവം കാണിച്ച് കോടതിയിൽ പോയി മറുപടി പറയാൻ ആർജവം കാണിച്ച രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ്. അതുപോലെ തന്നെ ജയിലിൽ കിടന്നിട്ട് നിലപാട് മാറ്റാത്ത DK ശിവകുമാറും P ചിദംബരവുമാണ്. അല്ലാതെ അല്ല, ഞാൻ പറയട്ടെ ജയിക്കെ, താങ്കൾ പറഞ്ഞപ്പോ ഒരു അക്ഷരം ഞാൻ മിണ്ടിയോ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞു. പോയവന്മാരല്ല എന്റെ നേതാവ്. എന്റെ നേതാവ് 56 മണിക്കൂർ ഇഡിക്ക് മുമ്പിൽ ഇരുന്നിട്ട് ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് അത് പൊതുജനങ്ങളോടും വിളിച്ചു പറയാനുള്ള രാഷ്ട്രീയ മര്യാദ കാണിച്ച രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ്. ഇനി താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു, എനിക്ക് അതിനെ കുറിച്ചൊന്നും മറുപടി പറയാനില്ല, അതിനുള്ള സമയമല്ല. എന്റെ ചോദ്യം വീണ്ടും, വീണ തൈക്കണ്ടിൽ എന്ത് സേവനമാണ് കൊടുത്തത്? എന്തിനായിരുന്നു 2,78,00,000 രൂപ വാങ്ങിയത്? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഇഡി പറഞ്ഞത് കള്ളക്കണക്കാണെങ്കിൽ, SFIയുടെ അന്വേഷണം വെറുതെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വെറുതെ ആണെങ്കിൽ നിങ്ങൾ മറുപടി പറഞ്ഞാലും മതി. നിങ്ങളല്ലേ വീണയ്ക്ക് വേണ്ടി പറയുന്നേ? എന്തിനാ വീണ മിണ്ടാതിരിക്കുന്നത്? എന്തിനാണ് ഈ കറക്ക് കമ്പനികൾ, എന്തിനാണ് ഈ തട്ടിപ്പ് കമ്പനികൾ, കരാറില്ലാതെ ഇടപാടുകൾ, സർക്കാർ ഇടപാടുകൾ കിട്ടിയ കമ്പനികൾ ഏതൊക്കെയാണ്? കോഴിക്കോട് CPM-ന്റെ എല്ലാ നേതാക്കന്മാരും വീണയുടെയും റിയാസിന്റെയും ഇത് അനക്കിട്ടുള്ള പണിയാണ്. ശരിയാണെങ്കിൽ പിന്തുണയ്ക്കാത്തത്, നിങ്ങളെ പിന്തുണയ്ക്കാത്തത്, നിങ്ങളുടെ മുന്നണിയിലുള്ള CPI-യുടെ പിന്തുണ പോലും ഞങ്ങളോട് ചോദിക്കുന്നത്. നേതാവിന്റെ മകൾ പാർട്ടി ആഫീസിന്റെ ലോക്കൽ അഡ്രസ് വെച്ചിട്ട്, കെയർ ഓഫ് അഡ്രസ് വെച്ചിട്ട് അങ്ങനെ ബോംബെറിഞ്ഞു. ഇനി എത്രത്തോളം പൊട്ടു നോക്കിയാൽ വാചകങ്ങളല്ലാതെ മറുപടി പറയുന്നത് നിങ്ങൾ വീണ തൈക്കണ്ടിൽ വന്നിരിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾ മറുപടി പറയണം. ശരി, നമുക്കിനി അടുത്ത ദിവസം ഇതൊക്കെയാണ് ചർച്ച. രണ്ടുപേരും ആവശ്യം സംസാരിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോ അതിനകത്തൊരു പരാതിയുടെ അടിസ്ഥാനമില്ലല്ലോ അല്ലേ?